12,000 രൂപക്കുള്ളിൽ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഫോൺ, അതും ഈ ഒരു സമയത്ത്. അതിനേക്കാൾ സംഭവം ലാവയും ഫ്ലിപ്കാർട്ടും ചേർന്നിട്ടാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ഓൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ലാവ, ഇന്ത്യസ് ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന പുതിയൊരു സീരീസ് ആണ് ലാവ വിരാറ്റ്. അതിലൊന്ന് 4G മോഡലായ ലാവ വിരാറ്റ് V1 4G, മറ്റൊന്ന് 5G മോഡലായിട്ടുള്ള ലാവ വിരാറ്റ് V1 5G. ഈ രണ്ട് ഫോണും ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയി ഒഫീഷ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രൈസും വളരെ അഫോർഡബിൾ ആണ്. അണ്ടർ 12,000 സെഗ്മെന്റിൽ സീരിയസ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോണുകളാണ്. സോ രണ്ട് ഫോൺസിന്റെയും ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇന്ന് മാർക്കറ്റിൽ എത്ര ബ്രാൻഡ് വന്നു, എത്ര ബ്രാൻഡ് പോയി. പക്ഷെ പല പുതിയ ബ്രാൻഡ് വന്നിട്ടും 17 വർഷമായിട്ട് ഈ ബ്രാൻഡ് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. യെസ്, അതാണ് ട്രസ്റ്റ്. നമ്മുടെ പലരുടെയും വീട്ടില് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടില് അല്ലെങ്കിൽ ആദ്യ ഫോൺ ആയിട്ട് ഒരിക്കലെങ്കിലും ലാവ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോൺ ലോഞ്ച് മാത്രമല്ല, 17 വർഷത്തെ ട്രസ്റ്റിന്റെ കണ്ടിന്യൂഷൻ കൂടിയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രൈസിന് ഇത് എത്രത്തോളം വെർത്ത് ആണെന്നുള്ളത് മനസ്സിലാകും. ഈ ഫോൺസിന്റെ പ്രൈസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ആദ്യം ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം, അതിനുശേഷം ഇതിന്റെ പ്രൈസ് കേൾക്കുമ്പോഴാണ് ഒരു ആക്ച്വൽ സർപ്രൈസ് കിട്ടുക. ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കിയാൽ ഈ സെഗ്മെന്റിലുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ അനുഭവം നൽകുന്ന ഫോൺസ് ആണെന്ന് തോന്നും. മറ്റൊരു പ്രധാന കാര്യം, ഈ ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ മെമ്മറിയാണ്. ഇത് പറയാൻ കാരണം പല ബ്രാൻഡുകളും പ്രൈസ് കുറക്കാൻ വേണ്ടി റിഫർബിഷ്ഡ് മെമ്മറീസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ലാവ അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, ആദ്യം ലാവ വിരാറ്റ് V1 4Gയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 6.75 ഇഞ്ച് HD+ 90 Hz ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രോളിങ്ങിനും റീൽസ് കാണാനും നല്ല സ്മൂത്ത് ഫീൽ കിട്ടും. പെർഫോമൻസിനായിട്ട് ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഡെയിലി ടാസ്ക്, കോളിംഗ്, വാട്സപ്പ്, OTT, കാഷ്വൽ ആയിട്ടുള്ള ഗെയിമിംഗ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യും. ഇനി ബാറ്ററി 5000 mAh വരുന്നുണ്ട്. നോർമൽ യൂസേജിൽ ഒരു ദിവസം ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാം. ക്യാമറ സൈഡിലേക്ക് നോക്കുമ്പോൾ 13 മെഗാ പിക്സലിന്റെ AI പവേർഡ് റിയൽ ക്യാമറയാണുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. 4GB റാമും 64GB സ്റ്റോറേജും ആണ് വരുന്നത്. അതിനോടൊപ്പം 256GB വരെ എക്സ്പാൻഡബിൾ സ്റ്റോറേജും ചെയ്യാം. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് ചെറിയ മഴയോ ഡസ്റ്റ് എക്സ്പോഷറോ വന്നാലും കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ പവർഫുൾ ഓപ്ഷൻ വേണ്ടവർക്ക് ലാവ വിരാറ്റ് V1 5G നോക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പല രസകരമായിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ തരുന്നുണ്ട്. 6.75 ഇഞ്ച് HD+ 120 Hz റിഫ്രഷ് റേറ്റിലാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രോളിംഗ്, ആനിമേഷൻസ്, ഗെയിമിംഗ് എല്ലാം കൂടുതൽ സ്മൂത്തർ ആയിരിക്കും. പ്രൊസസർ യൂണിസോക് T8200 ആണ്. അതുകൊണ്ട് ഡെയിലി പെർഫോമൻസ് മുതൽ മൾട്ടി ടാസ്കിംഗ് വരെ അത്യാവശ്യം റെസ്പോൺസീവ് എക്സ്പീരിയൻസ് കിട്ടും. ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഈ ഫോണിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റിൽ ഒന്നാണ് ബാറ്ററി ബാക്കപ്പ്. ക്യാമറ സെയിം 13 മെഗാപിക്സലിന്റെ റിയർ തന്നെയാണ്. 4GB റാമും 64GB സ്റ്റോറേജും ആണ് ഇതിൽ വരുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് 1TB വരെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. 4G മോഡലുള്ള പോലെ തന്നെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതിലുള്ളത്. പക്ഷെ പേഴ്സണലി ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. കാരണം ഫോൺ വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പ്, അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻ, ആഡ്സ് ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫോൺ നമ്മുടെ ഫോൺ പോലെ ഫീൽ ചെയ്യും. ഒരു ക്ലിയർ, ഫാസ്റ്റ്, സിമ്പിൾ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. കൂടാതെ ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് കിട്ടുന്നത് തന്നെ റയർ ആണ്. ഇപ്പൊ മറ്റൊരു ബ്രാൻഡും ഇത് തരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 9,000 to 12,000 ബഡ്ജറ്റിൽ ഒരു ഫോൺ നോക്കുമ്പോൾ അധികം ആളുകളും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, അത്ര തന്നെ. പക്ഷെ ഇവിടെ അതിനോടൊപ്പം IP64, ക്ലീൻ ആൻഡ്രോയിഡ്, ലാർജ് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് വരെ കിട്ടുന്നുണ്ട്. മറ്റ് ബ്രാൻഡുകൾ വില കൂട്ടുകയും ഫീച്ചറുകൾ കോംപ്രമൈസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ലാവ ഇവിടെ ഡിഫറെന്റ് ആണ്. ഈ ഫോൺ വാങ്ങുന്നത് എളുപ്പമാണ്, പക്ഷെ സർവീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് പല ബ്രാൻഡുകളും ബാക്കിലേക്ക് പോകുന്നത്. പക്ഷെ ലാവ 17 വർഷത്തെ ബ്രാൻഡ് ട്രസ്റ്റ്, ഇന്ത്യയിൽ മുഴുവൻ 800+ സർവീസ് സെന്റേഴ്സ്, അതിനോടൊപ്പം 24/7 ടോൾ ഫ്രീ സപ്പോർട്ട് കിട്ടും. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഡോർ സ്റ്റെപ്പ് സർവീസ് ആണ് കിട്ടുന്നത്. ഏകദേശം 9000-ലധികം പിൻകോഡ്സിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരും. മിക്ക റിപ്പയറും 48 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി വാറന്റി പീരിയഡിലാണെങ്കിൽ ഫ്രീ പിക്കപ്പ്, ഫ്രീ ഡെലിവറി, സ്ക്രീൻ റീപ്ലേസ്മെന്റ് സപ്പോർട്ട് ഒക്കെ ലഭിക്കും. അപ്പൊ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മാത്രം മതി.
ഇന്ത്യയിൽ ഉടനീളം വീട്ടിലേക്ക് എത്തുന്ന ഡോർ സ്റ്റെപ്പ് സർവീസ് നൽകുന്ന ലാവ. ഓക്കെ, ഇനി ഈ രണ്ട് ഫോൺസിന്റെയും പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ലാവ വിരാറ്റ് V1 4G 8999 രൂപക്കും ലാവ വിരാറ്റ് V1 5G 11999 രൂപയുമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചറുകളും വെച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് ഈ പ്രൈസ് വളരെ മികച്ചതാണെന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രൈസ് ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പം മാറിയേക്കാം. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഫോൺസും ജൂലൈ 31 തൊട്ട് ഫ്ലിപ്കാർട്ടിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അണ്ടർ 10,000 അല്ലെങ്കിൽ അണ്ടർ 12,000 ബഡ്ജറ്റിൽ ഒരു റിലയബിൾ മെയ്ഡ് ഇൻ ഇന്ത്യ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ള നല്ല ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കിട്ടുന്ന ഫോൺ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഫോണും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡെയിലി ആവശ്യങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4G മോഡൽ നിങ്ങൾക്ക് എടുക്കാം. കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുള്ള 5G മോഡലും സെലക്ട് ചെയ്യാം. ഇന്ത്യയിൽ ഉടനീളം കൂടുതൽ ആളുകളിലേക്ക് സ്മാർട്ട് ടെക്നോളജി എത്തിക്കുക എന്നതാണ് ഫ്ലിപ്കാർട്ടിന്റെ ലക്ഷ്യം എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്നുള്ളതും ഈ ഒരു പ്രൈസിനുള്ള സാധനം ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും നിങ്ങളിപ്പോൾ നിലവിൽ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം മറ്റുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കമന്റും നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റും സഹായിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.